ലൂക്കായുടെ സുവിശേഷം 9-ാം അധ്യായത്തിൽ എത്ര വാക്യങ്ങൾ ഉണ്ട്? A 65, B 62, C 72. ഉത്തരം 62. ലൂക്കായുടെ സുവിശേഷം 9-ാം അധ്യായത്തിൽ എത്ര ശീർഷകങ്ങൾ ഉണ്ട്? A 15, B 10, C 12. ഉത്തരം 12. ലൂക്കായുടെ സുവിശേഷത്തിൽ 9-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ ശീർഷകം ഏത്? A പത്രോസിൻ്റെ വിശ്വാസ പ്രഖ്യാപനം, B യേശു രൂപാന്തരപ്പെടുന്നു, C അപ്പോസ്തലന്മാരെ അയക്കുന്നു. ഉത്തരം അപ്പോസ്തലന്മാരെ അയക്കുന്നു. ലൂക്ക 9:1 യേശു 12 പേരെയും വിളിച്ച് എന്തൊക്കെയാണ് കൊടുത്തത്? A ശക്തിയും അധികാരവും, B അധികാരവും ശക്തിയും, C അധികാരവും ബലവും. ഉത്തരം അധികാരവും ശക്തിയും. യേശു എത്ര പേരെ വിളിച്ചാണ് സകല പിശാചുകളുടെ മേൽ അധികാരവും ശക്തിയും നൽകിയത്? A 3, B 12, C 7. ഉത്തരം 12. അവൻ 12 പേരെയും വിളിച്ച് സകല പിശാചുകളുടെയും മേൽ അവർക്ക് അധികാരവും ശക്തിയും കൊടുത്തു. അതോടൊപ്പം ഡാഷ് പൂരിപ്പിക്കുക. A ദൈവരാജ്യം പ്രസംഗിക്കാനും, B രോഗങ്ങൾ സുഖപ്പെടുത്താനും, C പിശാചുക്കളെ ബഹിഷ്കരിക്കാനും. ഉത്തരം രോഗങ്ങൾ സുഖപ്പെടുത്താനും. ലൂക്ക 9:1 യേശു ശിഷ്യന്മാരെ അയച്ചത് എന്തിന്? A രോഗികളെ സുഖപ്പെടുത്താനും ദൈവരാജ്യം പ്രസംഗിക്കാനും, B രോഗികളെ സുഖപ്പെടുത്താനും പിശാചുക്കളെ ബഹിഷ്കരിക്കാനും, C ദൈവരാജ്യം പ്രസംഗിക്കാനും രോഗികളെ സുഖപ്പെടുത്താനും. ഉത്തരം ദൈവരാജ്യം പ്രസംഗിക്കാനും രോഗികളെ സുഖപ്പെടുത്താനും. യേശു ശിഷ്യന്മാരോട് യാത്രയ്ക്ക് എന്തൊക്കെ എടുക്കരുത് എന്നാണ് പറഞ്ഞത്? A വസ്ത്രമോ പണമോ എടുക്കരുത്, B വടിയോ സഞ്ചിയോ അപ്പമോ പണമോ എടുക്കരുത്, C അപ്പമോ ഉടുപ്പോ വടിയോ എടുക്കരുത്. ഉത്തരം വടിയോ സഞ്ചിയോ അപ്പമോ പണമോ എടുക്കരുത്. യേശു ശിഷ്യന്മാരോട് യാത്രയ്ക്കിടെ സഞ്ചിയോ അപ്പമോ പണമായോ എടുക്കരുത് എന്ന് പറയുന്നതോടൊപ്പം എന്ത് ഉണ്ടായിരിക്കരുത് എന്നാണ് കൽപ്പിക്കുന്നത്? A 2 ഉടുപ്പ്, B വടിയോ സഞ്ചിയോ, C അപ്പമോ വടിയോ. ഉത്തരം 2 ഉടുപ്പ്. ശിഷ്യന്മാർ ഏത് വീട്ടിൽ പ്രവേശിക്കുന്നുവോ അവിടെ എന്തു ചെയ്യാനാണ് യേശു പറഞ്ഞത്? A സമാധാനം ആശംസിക്കാൻ, B താമസിക്കാൻ, C ആയിരിക്കാൻ. ഉത്തരം താമസിക്കാൻ. ശിഷ്യന്മാരെ സ്വീകരിക്കാതിരിക്കുന്നവർക്കെതിരെ എന്ത് ചെയ്യാനാണ് യേശു പറഞ്ഞത്? A അവിടം വിട്ടുപോകാൻ, B കാലിലെ പൊടി തട്ടിക്കളയാൻ, C കാല് കഴുകിയിട്ട് പോകാൻ. ഉത്തരം കാലിലെ പൊടി തട്ടിക്കളയാൻ. ശിഷ്യന്മാരെ സ്വീകരിക്കാതിരിക്കുന്നവരുടെ പട്ടണത്തിൽ നിന്നും പോകുമ്പോൾ അവർക്കെതിരെ എന്തിനാണ് കാലിലെ പൊടി തട്ടിക്കളയാൻ പറഞ്ഞത്? A ലക്ഷ്യത്തിനായി, B ഉറപ്പിനായി, C അവർക്കെതിരായ സാക്ഷ്യത്തിനായി. ഉത്തരം അവർക്കെതിരായ സാക്ഷ്യത്തിനായി. ശിഷ്യന്മാർ യാത്ര പുറപ്പെട്ട് ഗ്രാമങ്ങൾ തോറും എന്താണ് ചെയ്തത്? A വചനപ്രഘോഷണം നടത്തി, B രോഗശാന്തി നൽകി, C സുവിശേഷം പ്രസംഗിക്കുകയും രോഗശാന്തി നൽകുകയും ചെയ്തു. ഉത്തരം സുവിശേഷം പ്രസംഗിക്കുകയും രോഗശാന്തി നൽകുകയും ചെയ്തു. സംഭവിച്ചതെല്ലാം കേട്ട് പരിഭ്രാന്തൻ ആയത് ആര്? A ഏലിയ, B യോഹന്നാൻ, C ഹെറോദേസ്. ഉത്തരം ഹെറോദേസ്.
മരിച്ചവരിൽ നിന്ന് ആര് ഉയർപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് ചിലർ പറഞ്ഞത്? എ യോഹന്നാൻ, ബി ഏലിയ, സി ഹെരോദസ്. ഉത്തരം യോഹന്നാൻ. ലൂക്ക 9-ാം അധ്യായത്തിൽ സംഭവിച്ചതെല്ലാം കേട്ട് ഹെരോദസ് രാജാവിന് എന്ത് സംഭവിച്ചു? എ സമാധാനം നഷ്ടപ്പെട്ടു, ബി അസ്വസ്ഥനായി, സി പരിഭ്രാന്തനായി. ഉത്തരം പരിഭ്രാന്തനായി. യേശു ചെയ്ത പ്രവൃത്തികൾ കേട്ട് ആര് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു എന്നാണ് മറ്റു ചിലർ പറഞ്ഞത്? എ ഏലിയ, ബി യോഹന്നാൻ, സി ഹെരോദസ്. ഉത്തരം ഏലിയ. യേശുവിനെ ആരെല്ലാമായിട്ടാണ് ജനങ്ങൾ വിശേഷിപ്പിച്ചത്? എ മിശിഹ അല്ലെങ്കിൽ പ്രവാചകന്മാരിൽ ഒരുവൻ, ബി ഏലിയ പണ്ടത്തെ പ്രവാചകന്മാരിൽ ഒരുവൻ, സി യോഹന്നാൻ ഏലിയ പണ്ടത്തെ പ്രവാചകന്മാരിൽ ഒരുവൻ. ഉത്തരം യോഹന്നാൻ ഏലിയ പണ്ടത്തെ പ്രവാചകന്മാരിൽ ഒരുവൻ. യോഹന്നാനെ ഞാൻ ശിരച്ഛേദനം ചെയ്തു എന്ന് പറഞ്ഞത് ആര്? എ യേശു, ബി യോഹന്നാൻ, സി ഹെരോദസ്. ഉത്തരം ഹെരോദസ്. ഹെരോദസ് രാജാവ് യോഹന്നാനെ എന്താണ് ചെയ്തത്? എ ശിരച്ഛേദനം ചെയ്തു, ബി തലവെട്ടി മാറ്റി, സി തലവെട്ടി ഒരു തളികയിൽ വെച്ചു. ഉത്തരം ശിരച്ഛേദനം ചെയ്തു. ആരെ കാണാനാണ് ഹെരോദസ് ആഗ്രഹിച്ചത്? എ യേശുവിനെ കാണാൻ, ബി മിശിഹായെ കാണാൻ, സി യോഹന്നാനെ കാണാൻ. ഉത്തരം യേശുവിനെ കാണാൻ. അപ്പോസ്തലന്മാർ മടങ്ങി വന്ന് എന്താണ് യേശുവിനെ അറിയിച്ചത്? എ അവർ പ്രവർത്തിച്ച കാര്യങ്ങൾ, ബി തങ്ങൾ ചെയ്ത കാര്യങ്ങൾ, സി അവർക്ക് സംഭവിച്ച കാര്യങ്ങൾ. ഉത്തരം തങ്ങൾ ചെയ്തതെല്ലാം. അപ്പോസ്തലന്മാർ മടങ്ങി വന്ന് തങ്ങൾ ചെയ്തതെല്ലാം യേശുവിനെ അറിയിച്ചപ്പോൾ യേശു ശിഷ്യന്മാരെ കൂട്ടിക്കൊണ്ട് എങ്ങോട്ടാണ് പോയത്? എ ബെത്സയിദ എന്ന പട്ടണത്തിൽ, ബി ബെത്സയിദ എന്ന നഗരത്തിൽ, സി ബെത്സയിദ കുളക്കരയിൽ. ഉത്തരം ബെത്സയിദ എന്ന പട്ടണത്തിൽ. യേശു പോയി എന്നറിഞ്ഞ് ജനങ്ങൾ എന്താണ് ചെയ്തത്? എ യേശുവിൻ്റെ മുൻപേ പോയി, ബി യേശുവിനെ അനുഗമിച്ചു, സി യേശുവിൻ്റെ പിന്നാലെ ചെന്നു. ഉത്തരം യേശുവിൻ്റെ പിന്നാലെ ചെന്നു. യേശു തനിക്ക് പിന്നാലെ ചെന്ന ജനങ്ങളെ സ്വീകരിച്ച് എന്താണ് ചെയ്തത്? എ ദൈവരാജ്യത്തെ പറ്റി പഠിപ്പിച്ചു, ബി രോഗശാന്തി നൽകി, സി ദൈവരാജ്യത്തെ പറ്റി അവരോട് പ്രസംഗിക്കുകയും രോഗശാന്തിക്ക് ആവശ്യമായിരുന്നവരെ സുഖപ്പെടുത്തുകയും ചെയ്തു. ഉത്തരം ദൈവരാജ്യത്തെ പറ്റി അവരോട് പ്രസംഗിക്കുകയും രോഗശാന്തി ആവശ്യമായിരുന്നവരെ സുഖപ്പെടുത്തുകയും ചെയ്തു. നാം വിജനപ്രദേശത്തായതുകൊണ്ട് ഗ്രാമങ്ങളിലും നാട്ടിൻപുറങ്ങളിലും പോയി താമസിക്കുന്നതിനും ഭക്ഷണ സാധനങ്ങൾ വാങ്ങുന്നതിനും ജനങ്ങളെ പറഞ്ഞയക്കുക എന്ന് യേശുവിനോട് അഭ്യർത്ഥിച്ചത് ആരാണ്? എ യോഹന്നാൻ, ബി പത്രോസ്, സി 12 ശിഷ്യന്മാർ. ഉത്തരം 12 ശിഷ്യന്മാർ. ശിഷ്യന്മാരുടെ പക്കൽ എത്ര അപ്പവും മത്സ്യവും ഉണ്ടായിരുന്നു? എ 5 അപ്പവും 2 മത്സ്യവും, ബി 2 അപ്പവും 5 മത്സ്യവും, സി 7 അപ്പവും 2 മത്സ്യവും. ഉത്തരം 5 അപ്പവും 2 മത്സ്യവും. യേശു അപ്പം വർദ്ധിപ്പിക്കുന്ന സമയത്ത് എത്ര പുരുഷന്മാർ ഉണ്ടായിരുന്നു? എ 7000, ബി 2000, സി 5000. ഉത്തരം 5000. ലൂക്ക 9-ാം അധ്യായത്തിലെ 3-ാമത്തെ ശീർഷകം ഏത്? എ യേശുവിൻ്റെ രൂപാന്തരീകരണം, ബി അപ്പം വർദ്ധിപ്പിക്കുന്നു, സി അപ്പോസ്തലന്മാരെ അയക്കുന്നു. ഉത്തരം അപ്പം വർദ്ധിപ്പിക്കുന്നു. ഈശോ അപ്പവും മീനുമെടുത്ത് എന്താണ് ചെയ്തത്? എ കൃതജ്ഞതാസ്തോത്രം ചെയ്തു, ബി വാഴ്ത്തി മുറിച്ചു നൽകി, സി സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തി അവ ആശീർവദിച്ച് മുറിച്ച് ജനങ്ങൾക്ക് വിളമ്പുന്നതിനായി ശിഷ്യന്മാരെ ഏൽപ്പിച്ചു. ഉത്തരം സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തി അവ ആശീർവദിച്ച് മുറിച്ച് ജനങ്ങൾക്ക് വിളമ്പുന്നതിനായി ശിഷ്യന്മാരെ ഏൽപ്പിച്ചു.
യേശു ആരെയാണ് അപ്പവും മീനും വിളമ്പാനായി ഏൽപ്പിച്ചത്? എ. ബാലനെ, ബി. ശിഷ്യന്മാരെ, സി. ജനങ്ങളെ. ഉത്തരം ശിഷ്യന്മാരെ. ജനങ്ങൾ അപ്പവും മീനും ഭക്ഷിച്ച് എന്തായിത്തീർന്നു? എ. വയറ് നിറഞ്ഞു, ബി. തൃപ്തരായി, സി. ക്ഷീണിച്ചു. ഉത്തരം തൃപ്തരായി. ബാക്കി വന്ന അപ്പക്കഷ്ണങ്ങൾ എത്ര കുട്ട നിറയെ ശേഖരിച്ചു? എ. 17, ബി. 12, സി. 9. ഉത്തരം 12. ലൂക്കായുടെ സുവിശേഷത്തിൽ പത്രോസിന്റെ വിശ്വാസ പ്രഖ്യാപനം പറയുന്ന ഭാഗം ഏതാണ്? എ. ലൂക്കായുടെ സുവിശേഷം 9-ാം അധ്യായം 7 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ, ബി. ലൂക്കായുടെ സുവിശേഷം 9-ാം അധ്യായം 18 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ, സി. ലൂക്കായുടെ സുവിശേഷം 9-ാം അധ്യായം 28 മുതൽ 31 വരെയുള്ള വാക്യങ്ങൾ. ഉത്തരം ലൂക്കായുടെ സുവിശേഷം 9-ാം അധ്യായം 18 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ. ലൂക്കായുടെ സുവിശേഷം 9-ാം അധ്യായം 18-ൽ ഈശോ പ്രാർത്ഥിക്കുന്ന സമയത്ത് കൂടെയുണ്ടായിരുന്നത് ആരാണ്? എ. പത്രോസ്, ബി. ശിഷ്യന്മാർ, സി. ജനങ്ങൾ. ഉത്തരം ശിഷ്യന്മാർ. താൻ ആരെന്നാണ് ജനങ്ങൾ പറയുന്നത് എന്ന യേശുവിൻ്റെ ചോദ്യത്തിന് ശിഷ്യന്മാർ കൊടുത്ത മറുപടി എന്തായിരുന്നു? എ. ചിലര് സ്നാപയോഹന്നാനെന്നും മറ്റു ചിലര് മോശയെന്നും വേറെ ചിലര് പൂർവ്വപ്രവാചകന്മാരിൽ ഒരാള് ഉയർത്തിരിക്കുന്നു എന്നും പറയുന്നു. ബി. ചിലര് മോശയെന്നും മറ്റു ചിലര് ഏലിയ എന്നും വേറെ ചിലര് പൂർവ്വപ്രവാചകന്മാരിൽ ഒരാൾ ഉയർത്തിരിക്കുന്നു എന്നും പറയുന്നു. സി. ചിലര് സ്നാപയോഹന്നാനെന്നും മറ്റു ചിലർ ഏലിയ എന്നും വേറെ ചിലര് പൂർവ്വപ്രവാചകന്മാരിൽ ഒരാൾ ഉയർത്തിരിക്കുന്നു എന്നും പറയുന്നു. ഉത്തരം ചിലര് സ്നാപയോഹന്നാനെന്നും മറ്റു ചിലര് ഏലിയ എന്നും വേറെ ചിലര് പൂർവ്വപ്രവാചകന്മാരിൽ ഒരാൾ ഉയർത്തിരിക്കുന്നു എന്നും പറയുന്നു. ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയുന്നത് എന്ന യേശുവിൻ്റെ ചോദ്യത്തിന് ഉത്തരം നൽകിയത് ആരാണ്? എ. യോഹന്നാൻ, ബി. പത്രോസ്, സി. യാക്കോബ്. ഉത്തരം പത്രോസ്. നീ ദൈവത്തിൻ്റെ ക്രിസ്തുവാണ് എന്ന് പറഞ്ഞത് ആര്? എ. പത്രോസ്, ബി. ഏലിയ, സി. യോഹന്നാൻ. ഉത്തരം പത്രോസ്. മനുഷ്യപുത്രൻ ആരാൽ ആണ് തിരസ്കരിക്കപ്പെടുകയും വധിക്കപ്പെടുകയും ചെയ്യേണ്ടത്? എ. ജനപ്രമാണികളാൽ, ബി. നിയമജ്ഞരാൽ, സി. ജനപ്രമാണികൾ, പുരോഹിത പ്രമുഖന്മാർ, നിയമജ്ഞർ. ഉത്തരം ജനപ്രമാണികൾ, പുരോഹിത പ്രമുഖന്മാർ, നിയമജ്ഞർ. യേശുവിനെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവൻ എന്താണ് പരിത്യജിക്കേണ്ടത്? എ. തൻ്റെ ജോലി, ബി. തന്നെ തന്നെ, സി. സ്വന്തം ജീവൻ. ഉത്തരം തന്നെ തന്നെ. യേശുവിനെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവൻ അനുദിനം എന്താണ് വഹിക്കേണ്ടത്? എ. തൻ്റെ ജീവൻ, ബി. തൻ്റെ കുരിശ്, സി. തന്നെ തന്നെ. ഉത്തരം തൻ്റെ കുരിശ്. യേശുവിനെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവൻ എപ്പോഴാണ് തൻ്റെ കുരിശുമെടുത്തുകൊണ്ട് അനുഗമിക്കേണ്ടത്? എ. അനുദിനം, ബി. തൻ്റെ സഹനങ്ങളിൽ, സി. തൻ്റെ വേദനകളിൽ. ഉത്തരം അനുദിനം. സ്വന്തം ജീവൻ രക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവന് എന്ത് സംഭവിക്കും? എ. പ്രതിഫലം കിട്ടും, ബി. അത് നഷ്ടപ്പെടുത്തും, സി. അതിനെ രക്ഷിക്കും. ഉത്തരം അത് നഷ്ടപ്പെടുത്തും. യേശുവിനെ പ്രതി ജീവൻ നഷ്ടപ്പെടുത്തുന്നവന് എന്ത് സംഭവിക്കും? എ. അതിനെ രക്ഷിക്കും, ബി. പ്രതിഫലം കിട്ടും, സി. അത് നഷ്ടപ്പെടുത്തും. ഉത്തരം അതിനെ രക്ഷിക്കും. ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും തന്നെ തന്നെ നഷ്ടപ്പെടുത്തുകയോ നശിപ്പിക്കുകയോ ചെയ്താൽ അവന് എന്ത് പ്രയോജനം? അധ്യായവും വാക്യവും രേഖപ്പെടുത്തുക. എ. ലൂക്ക 9:26, ബി. ലൂക്ക 9:25,
സി ലൂക്ക 9:23. ഉത്തരം ലൂക്ക 9:25. ഒരുവൻ യേശുവിനെക്കുറിച്ചോ യേശുവിൻ്റെ വചനങ്ങളെക്കുറിച്ചോ ലജ്ജിച്ചാൽ അവനെക്കുറിച്ച് മനുഷ്യപുത്രനും ലജ്ജിക്കുന്നത് എപ്പോഴാണ്? എ. പിതാവിൻ്റെ മഹത്വത്തിൽ വരുമ്പോൾ. ബി. പിതാവിൻ്റെയും ദൂതന്മാരുടെയും മഹത്വത്തിൽ വരുമ്പോൾ. സി. തൻ്റെയും പിതാവിൻ്റെയും വിശുദ്ധ ദൂതന്മാരുടെയും മഹത്വത്തിൽ വരുമ്പോൾ. ഉത്തരം തൻ്റെയും പിതാവിൻ്റെയും വിശുദ്ധ ദൂതന്മാരുടെയും മഹത്വത്തിൽ വരുമ്പോൾ. എന്ത് കാണുന്നതിന് മുൻപ് മരിക്കുകയില്ലാത്ത ചിലർ ഈ നിൽക്കുന്നവരുടെ ഇടയിൽ ഉണ്ട് എന്നാണ് ലൂക്ക 9:27 പറയുന്നത്. എ. ദൈവത്തെ കാണുന്നതിന് മുൻപ്. ബി. സ്വർഗത്തെ കാണുന്നതിന് മുൻപ്. സി. ദൈവരാജ്യത്തെ കാണുന്നതിന് മുൻപ്. ഉത്തരം ദൈവരാജ്യത്തെ കാണുന്നതിന് മുൻപ്. പീഡാനുഭവവും ഉത്ഥാനവും ഒന്നാം പ്രവചനത്തിനു ശേഷം എത്ര ദിവസങ്ങൾ കഴിഞ്ഞാണ് യേശു പ്രാർത്ഥിക്കാൻ മലയിലേക്ക് പോയത്? എ. 3-ാം നാൾ. ബി. 8 ദിവസങ്ങൾ കഴിഞ്ഞ്. സി. 10-ാം നാൾ. ഉത്തരം 8 ദിവസങ്ങൾ കഴിഞ്ഞ്. യേശു എന്തിനാണ് മലയിലേക്ക് കയറിപ്പോയത്? എ. പ്രാർത്ഥിക്കുവാൻ. ബി. ശിഷ്യന്മാരെ കൂട്ടുവാൻ. സി. ദൈവരാജ്യം പ്രസംഗിക്കാൻ. ഉത്തരം പ്രാർത്ഥിക്കുവാൻ. പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ അവൻ്റെ വസ്ത്രത്തിന് എന്ത് സംഭവിച്ചു? എ. പ്രക്ഷോഭിച്ചു. ബി. വെണ്മയോടെ ശോഭിച്ചു. സി. വെണ്മയുള്ളതായി. ഉത്തരം വെണ്മയോടെ ശോഭിച്ചു. പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ അവനിൽ ഉണ്ടായ മാറ്റം എന്താണ്? എ. ചോര വിയർത്തു. ബി. നിശബ്ദനായി. സി. മുഖഭാവം മാറി. ഉത്തരം മുഖഭാവം മാറി. യേശുവിൻ്റെ മുഖഭാവം മാറിയത് എപ്പോഴാണ്? എ. പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ. ബി. ശിഷ്യന്മാരുടെ ചോദ്യത്തിന് ഉത്തരം നൽകിയപ്പോൾ. സി. പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ. ഉത്തരം പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ. താബോർ മലയിലെ രൂപാന്തരീകരണ വേളയിൽ 2 പേർ അവനോട് സംസാരിച്ചു കൊണ്ടിരുന്നു. അവർ ആരാണ്? എ. ഏലിയ മോശ. ബി. മോശ പത്രോസ്. സി. പത്രോസ് യാക്കോബ്. ഉത്തരം ഏലിയ മോശ. താബോർ മലയിലെ രൂപാന്തരീകരണ വേളയിൽ യേശുവിൻ്റെ മഹത്വം ദർശിച്ചവർ ആര്? എ. ശിഷ്യന്മാർ. ബി. പത്രോസും കൂടെയുള്ളവരും. സി. ജനങ്ങൾ. ഉത്തരം പത്രോസും കൂടെയുള്ളവരും. പൂർത്തിയാകേണ്ട അവൻ്റെ കടന്നുപോകൽ എവിടെ വെച്ചാണ്? എ. സിനഗോഗിൽ വെച്ച്. ബി. ജെറുസലേമിൽ വെച്ച്. സി. കാൽവരിയിൽ വെച്ച്. ഉത്തരം ജെറുസലേമിൽ. നിദ്രാവിവശരായിരുന്നിട്ടും ഉണർന്നിരുന്ന യേശുവിൻ്റെ മഹത്വം ദർശിച്ച പത്രോസ്, യോഹന്നാൻ, യാക്കോബ് എന്നിവർ മഹത്വത്തോടെ കാണപ്പെട്ടത് ആരെയാണ്? എ. ഏലിയായെയും മോശയെയും. ബി. മോശയെയും അബ്രഹാത്തെയും. സി. മോശയെയും എലീശായെയും. ഉത്തരം ഏലിയായെയും മോശയെയും. ആർക്കൊക്കെ വേണ്ടിയാണ് 3 കൂടാരങ്ങൾ ഉണ്ടാക്കണമെന്ന് പത്രോസ് പറയുന്നത്? എ. യേശുവിനും മോശയ്ക്കും ഏലിയായ്ക്കും. ബി. മോശയ്ക്കും പത്രോസിനും ഏലിയായ്ക്കും. സി. ഏലിയായ്ക്കും യാക്കോബിനും മോശയ്ക്കും. ഉത്തരം യേശുവിനും മോശയ്ക്കും ഏലിയായ്ക്കും. താൻ എന്താണ് പറയുന്നതെന്ന് അവന് തന്നെ നിശ്ചയമില്ലായിരുന്നു. ആർക്ക്? എ. പത്രോസിന്. ബി. യാക്കോബിന്. സി. മോശയ്ക്ക്. ഉത്തരം പത്രോസിന്. രൂപാന്തരീകരണ വേളയിൽ എന്താണ് പത്രോസിനെയും കൂടെയുള്ളവരെയും ആവരണം ചെയ്തത്? എ. പരിശുദ്ധാത്മാവ്. ബി. മേഘം. സി. തീ. ഉത്തരം മേഘം. രൂപാന്തരീകരണ വേളയിൽ
പത്രോസും കൂടെയുള്ളവരും മേഘത്തിനുള്ളിൽ ആയപ്പോൾ ആരാണ് ഭയപ്പെട്ടത്? എ. നിയമജ്ഞർ, ബി. ശിഷ്യന്മാർ, സി. പത്രോസ്. ഉത്തരം ശിഷ്യന്മാർ. രൂപാന്തരീകരണ വേളയിൽ മേഘത്തിൽ നിന്ന് കേട്ട സ്വരം എന്താണ്? എ. ഇവൻ എൻ്റെ പുത്രൻ, ബി. ഇവൻ എൻ്റെ പുത്രൻ, എൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവൻ, ഇവൻ്റെ വാക്ക് ശ്രവിക്കുവിൻ. സി. എൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവൻ, ഇവൻ്റെ വാക്കു ശ്രവിക്കുവിൻ. ഉത്തരം ഇവൻ എൻ്റെ പുത്രൻ, എൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവൻ, ഇവൻ്റെ വാക്ക് ശ്രവിക്കുവിൻ. രൂപാന്തരീകരണ വേളയിൽ കണ്ട സംഭവത്തെക്കുറിച്ച് ആരാണ് മൗനം അവലംബിച്ചത്? എ. ശിഷ്യന്മാർ, ബി. ജനക്കൂട്ടം, സി. നിയമജ്ഞർ. ഉത്തരം ശിഷ്യന്മാർ.